അങ്ങനെ ആദർശ് ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നയന കോഫിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആദർശിന് കൊണ്ടുവന്നിട്ട് കോഫിയൊക്കെ കൊടുക്കുകയാണ്. ആദർശ് ചോദിക്കുകയാണ്, നല്ല കോഫി ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിൻ്റെ ഒരു കോഫി കിട്ടുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് ദേവേനയ്ക്ക് ഇങ്ങനെ കലിപ്പിച്ചിട്ട് മുഖമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെന്തായാലും ആദർശ് പറഞ്ഞ് 100% ശരിയാ. കുറേ ദിവസം ഇവിടെ നയനമോൾ ഇല്ലാഞ്ഞപ്പം ഇവിടെ എല്ലാവരും അനുഭവിച്ചതാ. കാപ്പിയും ചായയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ആർക്കും ഒന്നിനൊരു രുചിയും ഇല്ലായിരുന്നു. എൻ്റെ നയനമോൾ വന്നേ പിന്നെയാ എല്ലാവരും ശരിക്കും ആഹാരം കഴിക്കാൻ തുടങ്ങിയെന്ന് പറയാണ്. ആദർശാണെങ്കിൽ പോലും ഓഫീസിൽ നിന്ന് വന്ന പാടെ ഒരു കോഫിക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യുന്നതാ. ഇപ്പം കണ്ടില്ലേ, അവൻ്റെ ആഗ്രഹം പോലെ മനസ്സറിഞ്ഞ് അവൾ ചെയ്യുന്നത് കണ്ടില്ലേ. അതിനാ പറഞ്ഞത് അവൻ്റെ ഭാര്യ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ദേവയാനിയെ കൊള്ളിച്ച് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. നയന അപ്പോൾ ചിരിച്ചുകൊണ്ടിങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴി തന്നെ നയന പെട്ടെന്ന് തല ഇറങ്ങി താഴെ വീഴാണ്. ആദർശ് പെട്ടെന്ന് കോഫിയൊക്കെ ഉടച്ചിട്ട് ഓടിച്ചിട്ട് നയന നയനെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അയ്യോ നയന മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയ്ക്ക് ബോധം വരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും കൊണ്ടുവന്ന് വെള്ളം തിളയ്ക്കുകയാണ്. അപ്പം നയനയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ട്, നയനയ്ക്ക് ബോധം വരുന്നുണ്ട്. അപ്പോഴേക്കും ചോദിക്കുകയാണ് എല്ലാവരും എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശം ചോദിക്കുകയാണ് എന്താ നയന എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ചെറിയമ്മ പറയാണ്, അത് വേറൊന്നുമല്ല, നിൻ്റെ ആ ആസ്മയുടെ പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ട് അവൾ ഇന്ന് മുഴുവനും ഉണ്ണാവൃതം എടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ കുറേ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് പൂജയൊക്കെ ആരംഭിച്ചു. ശേഷം വന്ന് അടുക്കളയിലേക്ക് കയറിയത്. ഇത്രയും നേരമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും വായിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് തലയിറങ്ങി വീണെന്ന് പറയാണ്. എന്താ നയന ഈ കാണിക്കുന്നത്? നിനക്ക് പറഞ്ഞ തുള്ളി പോലും മനസ്സിലാവില്ലേ? ഇങ്ങനെയൊക്കെ ആയാൽ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവുകയും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും നേരമൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കാവോ? അതും വെളുപ്പിന് 4 മണി മുതലെന്നൊക്കെ പറഞ്ഞാലെന്നൊക്കെ ചോദിച്ചിട്ട് ആദർശ് വഴക്ക് പറയുന്നുണ്ട്. നയനെ പറയാണ്, എൻ്റെ ആദർശേട്ടൻ എനിക്ക് ഏറ്റവും വലുത്. ആദർശേട്ടൻ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗവും സഹിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, വാ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആശുപത്രിയിലേക്കല്ല, അവൾക്ക് ആദ്യം അവളുടെ വ്രതം മുറിച്ച് അവൾക്ക് ആഹാരം കഴിക്കണം, അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയണ്ട, ബാ ഇപ്പം തന്നെ വ്രതം മുറിയണമെന്നും പറഞ്ഞപ്പോഴേക്കും നയനെ പറയാണ്, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആദർശേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ആദർശേട്ടൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വ്രതം മുറിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനെന്താണെന്ന് ചോദിച്ചിട്ട് അവളെ കൊണ്ടു കൊടുത്ത കോഫി തന്നെ നയനയ്ക്ക് അവൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ദേവി എനിക്ക് നല്ല ദേഷ്യമാണെങ്കിൽ പോലും ആദർശിന് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ആദർശ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നയനയ്ക്കും ഒത്തിരി അത് കണ്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾക്ക് അവിടെ ചെറിയ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കും. അവൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓക്കെ ആവുന്നുണ്ട്. മതി ആദർശിട്ടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഞാൻ ഓക്കെ ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ പറ്റില്ല, ഹോസ്പിറ്റലിൽ ഒന്നുകൊണ്ടേ കാണിക്കാം, അല്ലെ BP താന്ന് പോയാലോ, രാവിലെ ഇട്ട് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ആവശ്യത്തെ പണിക്ക് നിൽക്കണ്ടെന്നൊക്കെ നവ്യ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. നല്ല ഷുഗറോ പ്രഷറോ ഒക്കെ താന്നു പോയിട്ടുണ്ടെങ്കിലോ ഒന്നും കൊണ്ട് കാണിക്കാൻ നല്ലത് ആദർശിട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ആ ശരിയാ, എങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാമെന്ന് പറഞ്ഞിട്ട് നയനേനെയും കൂട്ടി ആദർശും അതുപോലെ തന്നെ ദേവയാനയും കൊണ്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ നയനേനെ അവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഇതൊക്കെ ട്രിപ്പൊക്കെ കൊടുത്ത് കിടത്തിരിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണ്. ഇപ്പോൾ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പം എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്ക്, അത് നല്ലതെന്ന് ആദർശം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് ഡോക്ടറിനെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ആദർശനോട് ഉള്ളിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നയനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഈശ്വര, ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ മുത്തശ്ശൻ്റെ കാര്യം ചോദിച്ചത്, ഇനി എൻ്റെ നയനയ്ക്കും എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പേടിച്ച് ആദർശ് ഇല്ല, ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞ് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, ആദർശ് പേടിക്കൊന്നും വേണ്ട, ബ്ലഡിൻ്റെ കൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ചിലർക്ക് നല്ല തലവേദനയും തലകറക്കവും ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയണ, ഇല്ല ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് പറയുമ്പം എങ്കിൽ സാരമില്ല, ഫുഡിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ കുറച്ച് റെസ്റ്റും കൂടി വേണം, അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്നത് ഞാൻ അതിന് ടാബ്ലറ്റ് തരാം, അത് നല്ല വേരിയേഷൻ ഉണ്ട്, അത് റെഗുലർ ആവുകയാണെങ്കിൽ തന്നെ പ്രശ്നമൊക്കെ മാറിക്കോളും എന്ന് പറയണം. ഇന്ന് വ്രതം എടുത്തുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല, അതൊക്കെ അത്ര നേർച്ചയല്ലേ, അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവനവൻ്റെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ ഉപദേശിക്കുന്നുണ്ട്. ശരിക്കും നയന
ആഹാരം കഴിക്കാതെ ഒരുപാട് ജോലികൾ ആ വീട്ടിൽ ചെയ്തുകൊണ്ടാട്ടോ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അവരുടെ നിന്ന് ടാബ്ലറ്റൊക്കെ മേടിച്ച് നയനയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം ഇവളുടെ ബ്ലഡിലെ കൗണ്ടിന് കുറച്ച് വേരിയേഷൻ ഉണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ ഒരുപാട് ജോലികൾ ചെയ്തില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മീനാക്ഷിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി അതച്ചാന്ന് പറയുമ്പോഴേക്കും നീ തന്നെ അവളെ തിരികെ വിളിച്ചോ, അവളിപ്പോൾ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്, അതിനി പറ്റില്ല, സ്ഥിരമായിട്ട് മീനാക്ഷി ഇവിടെ വേണം. നയനമോൾ ഉണ്ടാക്കുന്ന ആഹാരം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോലും ഇനി നയനമോൾ അധികം ജോലി ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മീനാക്ഷിയെ വിളിച്ചോ, വേണമെങ്കിൽ രണ്ടുപേരെ എക്സ്ട്രാ അപ്പോയിൻമെൻറ്റ് ചെയ്തുവെന്ന് ആദർശനോട് പറയുന്നുണ്ട്. ശരി അച്ഛാ, മുത്തശ്ശൻ ഞാൻ നോക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. നയന പറയണം, മുത്തശ്ശ എനിക്ക് ജോലികളൊക്കെ ചെയ്യുന്ന സന്തോഷമുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, മോളെല്ലാം ഒന്ന് നോക്കി കണ്ട് നിന്നാൽ മതി, എല്ലാത്തിനും മോളുടെ മേൽനോട്ടം ഉണ്ടായി തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയാവും, അല്ലാതെ മോളെല്ലാം എടുത്തു വാരി ചെയ്യാൻ നിന്നാൽ മോളുടെ ആരോഗ്യം നശിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് മോള് കെയർഫുള്ളായിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശോട് മുത്തശ്ശൻ പറയാണ്, നീ അവളെ മുറിയിൽ കൊണ്ടുപോയിക്കോ, റെസ്റ്റ് എടുപ്പിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ നയനയും കൂട്ടി ആദർശ് മുറിയിലേക്ക് പോകുന്നുണ്ട്. നയന ചോദിക്കുകയാണ്, ആദർശിന് ബുദ്ധിമുട്ടായി അല്ലേന്ന് ചോദിക്കുമ്പം എനിക്ക് എന്ത് ബുദ്ധിമുട്ടാടോ, എനിക്ക് സുഖമില്ലാന്നപ്പോൾ താൻ എന്തുമാത്രം എന്നെ കെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലേ, അത് മാത്രമല്ല എൻ്റെ അസുഖം മാറാണ്ടില്ല താൻ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പം പിന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, താൻ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക, അത്താഴത്തിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ തൻ്റെ കൈ ചെന്നാലേ തനിക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എണീച്ച് പോക്കോ, മുത്തശ്ശൻ്റെ വായ നല്ലത് കേൾക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആദർശ് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിനെ ഫ്രഷ് ആവുന്നില്ലെന്ന് ചോദിക്കുമ്പം താനോടെ കിടന്നോ, ഞാൻ ഫ്രഷ് ആവാൻ പോവാം, അതിനുശേഷം ഞാൻ താഴേക്ക് പോയിക്കൊള്ളാം എന്ന് പറയുമ്പം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ ആദർശിട്ടാന്ന് പറയുമ്പം എന്താണോ ഞാൻ കൂടെ വരണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെന്നെ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശ് ചിരിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അവിടെ തന്നെ ഇങ്ങനെ കിടക്കായിരിക്കും. ആദർശ് കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേക്ക് നയൻ അങ്ങനെ ഉറങ്ങുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നയനയുടെ കാലിൻ്റെ അവിടെ ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ കട്ടിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നയനെ തന്നെ. അപ്പോൾ നയന ഇങ്ങനെ ഉറങ്ങാണല്ലോ, ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ആദർശം ആലോചിക്കുകയാണ്, പണ്ടും തനിക്ക് അസുഖം വന്നപ്പം നയനെ കാണിച്ച് വെപ്രാളവും പരവേശവും ഒക്കെ, അങ്ങനെ അന്നും തന്നെ രക്ഷിച്ചു, ഇതുപോലെ ഈയിടയ്ക്കും അങ്ങനെ രാത്രിയിലുണ്ടായപ്പം വീണ്ടും അവൾ അതിനെ രക്ഷിച്ചത് എനിക്ക് വേണ്ടി. എന്നിട്ട് വീണ്ടും ഇതുപോലെയൊക്കെ വരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളുടെ മനസ്സിലുണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷേ എനിക്കാണ് ഇവളെ മാനസികമായിട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഇപ്പോൾ എവിടെയോ എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഇവളുണ്ടെന്നുള്ളത് ഉറപ്പായി. കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതെ വന്നപ്പോഴാണ് എനിക്ക് അവളുടെ കുറവ് മനസ്സിലായത്. ഇത്രത്തോളം എനിക്കും അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് നയനയുടെ കാൽച്ചോടിൽ തന്നെ ഇങ്ങനെ ആദർശിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ നയന ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ ഒരു ക്ഷീണത്തിലും ആ ഒരു ട്രിപ്പിൻ്റെ ഒക്കെ ഇതിലങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് ആദർശം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശം നോക്കുമ്പോഴേക്കും നയനയുടെ കാലിങ്ങനെ നോക്കുകയാണ്. അപ്പം ഇങ്ങനെ കാലിൽ വെള്ളി കൊലുസ് കാണുന്നുണ്ട് കേട്ടോ. ആദർശം മനസ്സിലാലോചിക്കുകയാണ്, ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശിയെ നയനയ്ക്ക് ഇച്ചിരി ആഭരണമൊക്കെ കൊടുത്തത് ആകെപ്പാട് ഞാൻ കൊടുത്തത് ഒരു രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നെക്ലേസാണ്, അല്ല നമുക്ക് വേറെ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, നാളെയൊക്കെ ഗിഫ്റ്റായിട്ട് ഒരു കൊലുസനെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആദർശം പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസം ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ. അത് നാമനൊരു ട്രിപ്പ് പോയതുകൊണ്ടാണ്. അപ്പം എല്ലാവരും മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.